ഞാനൊരു റേപ്പ് കേസ് കൊടുത്താലോ? വാട്ട്? അല്ല, നിനക്കെതിരെ ഒരു റേപ്പ് കേസ് കൊടുത്താലോ? എന്തിന്? അല്ല, നീയും ഞാനും കുറച്ചു നാൾ മുന്നേ റിലേഷൻഷിപ്പിലല്ലായിരുന്നോ? അന്ന് വിവാഹ വാഗ്ദാനം നൽകി നീ എന്നെ റേപ്പ് ചെയ്തു എന്നും പറഞ്ഞ്. ഷെറിൻ, അതിനങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടായിട്ടില്ലേ? ഞാൻ വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ടും. എടാ, നമ്മളുടെ റിലേഷൻഷിപ്പ് ഇരുന്നപ്പം രണ്ടുപേരെ സമ്മതിച്ചിട്ടല്ലേ? അത് നീ വേണ്ട വേണ്ടെന്ന് തമാശക്കല്ലേ പറഞ്ഞത്? അതെ, പക്ഷെ കുറച്ചു ദിവസം മുന്നേ ഞാൻ ചാറ്റ് വായിച്ചേ. ഒന്ന് ഇരുത്തി വായിച്ച എല്ലാവർക്കും മനസ്സിലാവും അതൊക്കെ തന്നെയാണ്. പക്ഷെ അത് വെച്ചൊരു കേസ് കൊടുക്കാം. എടാ, റിലേഷൻഷിപ്പ് നിർത്തിയ നീയല്ലേ? ഞാൻ നിന്റെ കാല് പിടിച്ചില്ലേ? ഞാൻ അറിഞ്ഞോ നീ വലിയ ഇൻഫ്ലുവൻസർ സെലിബ്രിറ്റി ഒക്കെ ആവുമെന്ന്. അപ്പൊ പിന്നെ ചുമ്മാ ഒരു കേസ് കൊടുക്കാന്ന് വിചാരിച്ചു. പിന്നെ എന്റെ പേരും വെളി വരത്തില്ല. അങ്ങനെ ഒരു പരിപാടി ഇതിന്റെ ഇടയിലുണ്ട്. ഷെറിൻ, നീ എന്തൊക്കെയായി പറയുന്നത്? നിനക്ക് എന്താ വേണ്ട ശരിക്കും? ആ, എന്താ ചോദിക്കാത്തേന്ന് ആലോചിച്ചിരിക്കുവായിരുന്നു. 30 ലക്ഷം രൂപ വേണേ പിന്നെ ചോദിച്ചോളാം, സമയം കിടക്കുമല്ലേ. 30 ലക്ഷം? This is cheating. നീ തന്നെ ആലോചിച്ച് നോക്ക്, കാശാണോ വലുത് അതോ നീ ഇത്രയും കാലം ഉണ്ടാക്കിയ ഫെയിം ആണോന്ന്? ഒരു മിനിറ്റ്. ഹലോ ഷെറിൻ, നീ എന്തൊക്കെയായി ലൈവിൽ കിടന്ന് വിളിച്ചു പോകുന്നേ? ലൈവോ? എടി കോപ്പ, അവൻ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുക. നീ പറയുന്ന നാട്ടുകാർ മൊത്തം കേട്ട്. അല്ല, നിനക്കെതിരെ ഒരു റേപ്പ് കേസ് കൊടുത്താലോ? 30 ലക്ഷം രൂപ. ഹലോ ഗൈസ്, അപ്പൊ ഇതെന്റെ എക്സ് ആണ്. കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി തന്നെ പറഞ്ഞല്ലേ. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ പേടിക്കാതെ ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്താൽ ഇതുപോലത്തെ കേസിൽ നിന്ന് രക്ഷപ്പെടാം. പിന്നെ ഇപ്പൊ ഇത് കേസ് ഹണി ട്രാപ്പാണ്.